ചെറിയൊരു ഫോഗ് ഉണ്ട് കേട്ടോ പോലെ ഗൈസ്. അപ്പൊ ബിന്ദു ഇന്ന് കാലത്ത് മുണ്ടും അല്ല സാരി എടുത്ത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് മുഖം പോരാട്ടോ ബിന്ദു. ആ കയറിക്കോ. ആ മുടി നീ കുളിച്ച കാരണം തേങ്ങ. അപ്പൊ വണ്ടീനെ ഞാൻ കുളിപ്പിച്ചു, നമ്മളും കുളിപ്പിച്ചു. നമ്മളിപ്പോ മുണ്ട എൻ്റെ ഷർട്ട് വിത്ത് വൈബ്. നമ്മൾ നേരെ പോകാൻ പോണത് ഗുരുവായൂർക്കാണ് ഗൈസ്. അപ്പൊ ഇന്നത്തെ ദിവസം നേരെ പ്രത്യേകത എന്താണെന്ന് ബിന്ദു പറയും. നമ്മുടെ വലിയച്ഛന്റെ മോന്റെ ഉണ്ണിയുടെ നമ്മുടെ അമ്പാടിയുടെ ചോറൂണാണ്. അതെ, ഗുരുവായൂർ പോവാണ് നമ്മള്. ശിവദാന ഗുരുവായൂർ കാണാത്താരുണ്ടാവില്ലോ എന്ത് ഫോട്ടോ ലിങ്കിൽ കണ്ടുണ്ടാവല്ലോ. അപ്പൊ നമ്മള് നമ്മുടെ ഏത് ഷൂ വേണ്ട, ബ്ലൂ അല്ല, അതിന് ഇതായിരിക്കും പൊളി. വണ്ടി അങ്ങെടുത്ത അളങ്ങിണ്ടല്ല പടി ടീസ് ഷൂവ്. അപ്പൊ 7:45 അവിടെ വലിയച്ഛൻ്റെ അവിടെ എത്ര എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഷാർപ്പ് ടൈമിന് എത്ര ആളാണ്. അപ്പം എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പഞ്ച്വാലിറ്റി പാലിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് വേഗം എത്തണം. അപ്പോൾ നമ്മളെ ചാവി ഇട്ടിട്ടുള്ളത് കാറിൻ്റെ ഇത് തന്നെയാണ്. അപ്പോൾ കഴിച്ച് എന്തായാലും വലിയച്ഛൻ്റെ വീട്ടിലെത്തിയിട്ട് അവരെയൊക്കെ പിക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ ഗുരുവായൂർക്ക് പോടാം. അപ്പം എന്നാൽ പറഞ്ഞ പോലെ ഉണ്ണിയുടെ ചോറുണ്ടോ അമ്മേ 2 കൈ വേണം ഗൈസ്. ബൈ. ചെമ്പരത്തിയുടെയാണ് കുറവ്. ശിവേട്ടൻ്റെ ഡ്രസ്സ് കേട്ടോ നിങ്ങള് എൻ്റെ അമ്മ ഗൈസ്. അപ്പം നമ്മളിപ്പോൾ നിൽക്കണമെന്ന് ചിറ്റിലപ്പള്ളിയിലാണ്. വലിയച്ഛൻ്റെ അടിക്ക് എന്താണ് ആദുവിനെ പിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ കാണുന്നത് എൻ്റെ വീടാണ്, എൻ്റെ സ്വന്തം വീടാണ് ഈ കാണുന്നത്. ദിസ് ഈസ് ദ ഹൗസ് ഓഫ് മൈ. അതാ ഫുള്ള് വെച്ചടികളെ കാരണം കാണാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക്. ഇതാണ് ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം. അതാ അതിനെ വിട്, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വിട്. പക്ഷെ എന്താ നോക്ക്, അടിപൊളി. നടക്ക് ഇങ്ങോട്ട് നടന്നേ. ഈ പിള്ളേരിങ്ങനെ വീണ് പഠിക്കണം. വലുതൊക്കെ ചെറിയ വീഴ്ചയാണ്. ഞാനൊക്കെ വീണ് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ബോധം പോവും. ഈ പ്രായത്തിൽ ഞാൻ വീണിട്ടുള്ള നീ. അയ്യോ ഗൈസ്. അപ്പോൾ ഇവിടെ ബിന്ദു ചെറിയ പൊട്ടും ക്ലിപ്പുകളൊക്കെ പർച്ചേസ് ചെയ്തു. ഇതാ ഗുരുവായൂരപ്പ ക്ഷേത്ര പരിസരത്തിൽ നിന്ന് ഒരു ആഭരണം കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഉടമസ്ഥൻ ക്ഷേത്രം ഗുരുവായൂരില്ല. നല്ല രസമുണ്ട് കാണാൻ. itu
കുട്ടിയെ പിടിച്ചോളൂട്ടാ. അതിരപ്പള്ളിക്ക് പോവാണ് കേട്ടോ. അതിരപ്പള്ളിയിൽ ഇപ്പൊ നല്ല ഒരു വാട്ടർഫോൾസ് ആണ്. ഏതൊക്കെയാണ് തേങ്ങനെ നല്ല രീതിയിൽ വാട്ടർഫോൾസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും അങ്ങോട്ട് പോവാണ്. ഇപ്പൊ നമ്മുടെ കസിൻസ് മഴ ചെയ്തുകൊണ്ട് ഒരു സ്ഥലത്ത് കയറി നിൽക്കുന്നുണ്ട്. അവരെ ഡ്രോപ്പ് ചെയ്യാൻ അല്ല എന്താ പിക്ക് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ എന്ത് പറയും? ഞങ്ങളിപ്പോ സമയം എത്രയുണ്ട് കുട്ടു? 12:30. ഞങ്ങൾ ഈ സമയത്താണ് പോണത് കേട്ടോ. അപ്പൊ നമ്മളെ ഗെയിൻ നമ്മുടെ അതിരപ്പള്ളി വാട്ടർഫോൾസിലേക്ക് പോകുന്ന ഒരു വഴിയിലാണ്. ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പൊന്നു മോനെ അത് നീ പറഞ്ഞാൽ വിശ്വസിക്കല്ലോ. ഇവിടെ എങ്ങനെയുണ്ട് വൈബ് അല്ലേ? കേറ്റി പറ പഠിപ്പിച്ച പോലെ പറടാ ഗൈസ്. കണ്ടാ നമ്മളിപ്പോ എൻട്രൻസിലേക്ക് ഫോറസ്റ്റിന്റെ എൻട്രൻസിലേക്ക് കടന്നിട്ടേ ഉള്ളൂ. നമ്മുടെ വിഷ്ണു ഉണ്ട്, നമ്മുടെ ഫാമിലി മൊത്തം വണ്ടിയിലുണ്ട്. ഞാൻ ചെറുതായിട്ടൊരു ഫിൽറ്റർ ഇട്ടുണ്ട്, കാരണം ഒരു കരിവാളിപ്പൊക്കെ ഉണ്ട് എല്ലാവരും. കുറച്ചല്ലേ ആദ്യം ഇങ്ങോട്ട് പോണേ, നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് നടന്നിട്ട് വരല്ലേ. ഓ സിനിമയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലം ഉണ്ടോ ഗൈസ്. വന്യജീവികൾ കുറെ ഉണ്ടെന്ന് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നടക്ക്. അപ്പൊ ഗൈസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാട് കയറി നോക്കിയതാട്ടോ. നമ്മുടെ പഴമക്കാരൊക്കെ പറയാറില്ലേ ചിന്തിച്ച് കാട് കയറണ്ടെന്നൊക്കെ. ഒക്കെ നല്ല നിരയായിട്ട് പോകുന്നുണ്ട് ഗൈസ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്കുണ്ടായിരിക്കും കേട്ടോ. പ്ലാസ്റ്റിക് നിരോധനം കർശനം ലംഘിച്ചാൽ 3 വർഷം വരെ തടവും 2500 നല്ല ചളി 25,000 രൂപ പിഴയും. ഫിൽട്ടർ ഓഫ് ആക്കിയിട്ടപ്പോ പച്ചപ്പ് കുറഞ്ഞു. ഈ സമയത്താണ് ശരിക്കും അതിരപ്പള്ളി വാട്ടർഫോൾസ് കാണേണ്ട ഒരു സ്ഥലം എന്ന് വെച്ച് അല്ല സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം കുത്തിയൊലിക്കണ ഒരു ടൈമാണ് ഗൈസ്. മഴ ചതിച്ചില്ലെങ്കിൽ നമുക്ക് വിശദമായിട്ട് കാണാം. നമ്മൾ അതിരപ്പള്ളി എത്തിയില്ല. അതിരപ്പള്ളിയിൽ എത്തിയപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്ട് അവിടെ. ഇതുവരെ അങ്ങനത്തെ ഒരു തിരക്ക് കണ്ടിട്ടില്ലേ. നമ്മുടെ വണ്ടിയുടെ ബാക്കിലായാലും ഫ്രണ്ടിലായാലും നോക്കിയ രക്ഷയില്ലാത്ത തിരക്കാണ്. വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാണ്ട് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെയും വണ്ടിയിൽ ആരില്ല കേട്ടോ, എല്ലാവരും നമ്മൾ അവിടെ മെയിൻ എൻട്രൻസിൽ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഈ വണ്ടി പാർക്ക് ചെയ്യാണ്ട് ഒരു രക്ഷയില്ല ഗൈസ്. ഈ ലെഫ്റ്റിൽ കുറച്ച് സ്ലോപ്പ് ആണെങ്കിൽ വടിക്കൊക്കെ ഇറക്കിയായിരുന്നു. നോ പാർക്കിംഗ് എന്ന് ബോർഡും വെച്ചിട്ടുണ്ട് അവർ. സ്ഥലം കേട്ടോ, അടിയിലേക്ക് ഇറങ്ങേണ്ടി വരില്ലേ. നന്നായില്ല ഞാൻ ഗൈസ്. അപ്പം നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു കുറച്ചുകൂടി നിൽക്കി കഴിഞ്ഞാൽ കൊക്കയിലേക്ക് പോകും. അപ്പം അങ്ങനെ വണ്ടികളുടെ ഒരു നീണ്ട നിരതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. വാവ്, ഇനി ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ അങ്ങോട്ട് നടക്കാണ്ട് കേട്ടോ എൻട്രൻസിലേക്ക്. ഗൈസ് അപ്പം ഞങ്ങൾ അതിരപ്പള്ളിയിലെത്തി. ഇനി വല്ല വീഡിയോ എടുത്തോ വല്ലതും? ശിവന്റെ എക്സ്പ്രഷൻ നോക്കട്ടെ. ശിവന്റെ മുഖം നോക്കാൻ ചൂട്. എന്താണ് ശിവു ഹായ് പറഞ്ഞേ. വെള്ളം വിഷ്ണു
റൊമാൻറ്റിക് കപ്പിൾസ്. ഈ പോകുന്ന വെള്ളക്കാണ് നമ്മുടെ അതിരപ്പള്ളിയിലേക്ക് കുത്തി കളിക്കുന്നത് അല്ലേ? ഫിൽറ്റർ ടയറിനെ എന്റെ മുഖാക്കരി പഠിച്ചൊന്നല്ലേ നീ പറഞ്ഞത്? ഭയങ്കര അവിടെ ഉണ്ടോ? പിള്ളേരൊക്കെ കൊണ്ടുവന്ന പണിപ്പാളും വയ്യണ്ടാവും നടന്നു. വെള്ളടിച്ച് കഴിഞ്ഞാൽ തന്നെ